ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുമായി സംസാരിക്കാനിട വന്നപ്പോൾ ഈ സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, ജോബ് എൻ്റെ സഹോദരനാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സഹോദരി ജോബിന് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, പഴയ നിയമത്തിലെ ജോബിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും തകർച്ചകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളുമായിട്ടാണ് ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം മടുത്തു. ഞാൻ ബൈബിൾ തുറക്കുമ്പോഴെല്ലാം എനിക്ക് ലഭിക്കുന്നത് ജോബിൻ്റെ പുസ്തകമാണ് എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ജോബിൻ്റെ ജീവിതം പോലെയാണല്ലോ എൻ്റെ ജീവിതവുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് സാത്താനോട് പറയുന്നുണ്ട്, നീ ജോബിനെ പരീക്ഷിച്ചോ, പക്ഷേ ജോബിൻ്റെ ജീവനെ മാത്രം തുടരുത് എന്ന്. ജോബിൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ, ജോബിൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നു, മക്കളെ നഷ്ടപ്പെടുന്നു, ജോബിൻ്റെ സർവ്വ സമ്പത്തും നഷ്ടപ്പെടുന്നു. എന്നാൽ ഒരിക്കൽ പോലും ജോബ് കർത്താവിനോട് ചോദിച്ചില്ല, ഇതെന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്, എൻ്റെ ജീവിതം മടുത്തു, എന്നാൽ ജീവിതം നശിപ്പിച്ചാലോ, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത് എന്നൊന്നും ജോബ് കർത്താവിനോട് പരാതി പറഞ്ഞിട്ടില്ല. ജോബ് കർത്താവിനോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സാത്താൻ്റെ മുമ്പിൽ കർത്താവ് നാണം കെട്ടുപോകുമായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പറയും, ജീവിതം മടുത്തു, അല്ലെങ്കിൽ ജീവിതം നശിപ്പിച്ചാലോ, എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് സാത്താൻ്റെ മുമ്പിൽ നാണം കെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ജോബിൻ്റെ ജീവിതത്തിൽ ഭാര്യയും മക്കളെയും സമ്പത്തും ഇതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ജോബ് കർത്താവിനോട് പരാതി പറഞ്ഞില്ല. എന്നാൽ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു നൽകുന്നതായിട്ട് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടബാധ്യതകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മളൊരിക്കലും കർത്താവിനോട് ഇതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ തന്നത് എന്നൊരിക്കലും പരാതി പറയാതെ ദൈവത്തോട് ഈ തന്ന സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മൾ മുമ്പോട്ടൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകളാണോ, എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, അതെല്ലാം ഇരട്ടിയായിട്ട് കർത്താവ് നമുക്ക് തരും. പരിശുദ്ധ അമ്മ മാതാവിനെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതം നിറവേറ്റുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും നിങ്ങളോടും ഓരോ കുടുംബങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.